നമസ്കാരം. തമിഴ്നാടിൻ്റെ തീരങ്ങളിൽ ആഞ്ഞടിക്കുന്ന തിരമാലകൾക്കൊരു വിലാപത്തിൻ്റെ ശബ്ദമുണ്ട്. ആ ശബ്ദത്തിൽ ഒരു രാത്രി ഇരുണ്ട് വെളുത്തപ്പോൾ സ്വന്തം മണ്ണിൽ അഭയാർത്ഥികളാക്കപ്പെട്ട ലക്ഷക്കണക്കിന് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ കണ്ണീരുമുണ്ട്. അധികാരം നിലനിർത്താനും അന്താരാഷ്ട്ര തലത്തിൽ കപട മുഖച്ഛായ തിളക്കാനും വേണ്ടി ഭാരതത്തിൻ്റെ പരമാധികാരവും അതിർത്തികളും പണയം വെച്ചൊരു കൂട്ടർ ദില്ലി ഭരിച്ചിരുന്ന കറുത്ത കാലത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് കച്ചത്തീവ്. 1974 ജൂൺ 26 ഭാരതത്തിൻ്റെ പരമാധികാര ചരിത്രത്തിൽ കറുത്ത അക്ഷരങ്ങളാൽ രേഖപ്പെടുത്തേണ്ട കരിദിനം. അന്ന് രാജ്യത്തെ ജനങ്ങളോടോ അല്ലെങ്കിൽ തലമുറകളായി ആ മണ്ണിൽ ജീവിച്ചിരുന്ന മത്സ്യത്തൊഴിലാളികളോടോ ഒരു വാക്കുപോലും ചോദിക്കാതെയാണ് അന്നത്തെ കോൺഗ്രസ് സർക്കാർ കച്ചത്തീവ് എന്ന തന്ത്രപ്രധാന ദ്വീപ് ശ്രീലങ്കയ്ക്ക് നൽകിയത്. ആ ദ്രോഹത്തിന് കൃത്യം 52 വർഷം തികയുന്ന ഈ വേളയിൽ BJP ദേശീയ വക്താവും MP-യുമായ സുധാൻഷു ത്രിവേദി ഉയർത്തിയ ചോദ്യങ്ങൾ കോൺഗ്രസിൻ്റെ കപട രാഷ്ട്രീയത്തിൻ്റെ മുഖംമൂടി പൂർണ്ണമായും അഴിച്ചുമാറ്റുന്നതാണ്. ഓരോ ഭാരതീയൻ്റെയും ചോര തിളപ്പിക്കുന്ന ആ ചരിത്ര വഞ്ചനയുടെ ആഴങ്ങളിലേക്ക് നമുക്കൊന്ന് നോക്കാം. എന്താണ് കച്ചത്തീവ്? രാമേശ്വരത്ത് നിന്ന് വെറും 14 നോട്ടിക്കൽ മൈൽ മാത്രം അകലെ പാക് കടലിടുക്കിൽ സ്ഥിതി ചെയ്യുന്ന തന്ത്രപ്രധാനമായൊരു മണൽത്തിട്ടയാണ് കച്ചത്തീവ്. കേവലം 285 ഏക്കർ മാത്രമുള്ള ഈ ദ്വീപ് ഭാരതത്തിന് വെറും ഒരു തുണ്ട് ഭൂമി മാത്രമായിരുന്നില്ല. നൂറ്റാണ്ടുകളായി തമിഴ്നാട്ടിലെ രാമനാഥപുരം രാജാക്കന്മാരുടെ, അതായത് സേതുപതി രാജവംശത്തിലെ ജമീന്ദാരി അവകാശത്തിലായിരുന്ന ഭാരതത്തിൻ്റെ ഭൂപടത്തിൻ്റെ അവിഭാജ്യ ഘടകമായിരുന്നു അത്. കടലിൽ പോകുന്ന നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്ക് കൊടുങ്കാറ്റിൽപ്പെട്ടാൽ അഭയം പ്രാപിക്കാനും നനഞ്ഞ വലകൾ ഉണക്കാനും അവരുടെ ബോട്ടുകൾ സുരക്ഷിതമായി കെട്ടിയിടാനും ഉണ്ടായിരുന്ന ഒരേയൊരിടം. അതിലുപരി കത്തോലിക്ക വിശ്വാസികളുടെ പുണ്യകേന്ദ്രമായിരുന്ന വിശുദ്ധ അന്തോണീസിൻ്റെ ചരിത്രപ്രസിദ്ധമായ ദേവാലയം സ്ഥിതി ചെയ്യുന്ന മണ്ണ്. ജാതിയും മതവും നോക്കാതെ തമിഴ് മക്കൾ ഒന്നടങ്കം നെഞ്ചിലേറ്റിയ ദ്വീപ്. എന്നാൽ ഈ തന്ത്രപ്രധാനമായ മേഖലയെ കോൺഗ്രസ് അവിടെ മനുഷ്യരൊന്നും താമസിക്കുന്നില്ല എന്ന വിചിത്രമായ വാദമുയർത്തിയാണ് അന്നത്തെ ഭരണകൂടം ഇതിനെ ശ്രീലങ്കയ്ക്ക് ദാനം നൽകിയത്. ഒരു രാജ്യത്തിൻ്റെ പരമാധികാരവും അതിർത്തിയും അളക്കുന്നത് അവിടെ ആളുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയാണോ എന്ന ചോദ്യത്തിന് ഇന്നും കോൺഗ്രസിൻ്റെ പക്കൽ മറുപടിയില്ല. ദില്ലിയിൽ മാധ്യമങ്ങളെ കണ്ട BJP വക്താവ് സുധാൻഷു ത്രിവേദി കോൺഗ്രസിൻ്റെ ചരിത്രത്തെ കീഴടങ്ങലുകളുടെയും വഞ്ചനകളുടെയും കറുത്ത ചരിത്രമെന്നാണ് വിശേഷിപ്പിച്ചത്. കച്ചത്തീവ് കൈമാറ്റം എന്നത് പെട്ടെന്നുണ്ടായ ഒരു അബദ്ധമല്ല. ഭാരതത്തിൻ്റെ മണ്ണ് ശത്രുക്കൾക്കും അയൽ രാജ്യങ്ങൾക്കും എഴുതി കൊടുക്കുന്ന കോൺഗ്രസിൻ്റെ നയത്തിൻ്റെ തുടർച്ച മാത്രമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഭാരതമെന്ന പുണ്യഭൂമിയെ മതത്തിൻ്റെ പേരിൽ ചോരയിൽ മുക്കി വിഭജിക്കാൻ കച്ചകെട്ടിറങ്ങിയ മുസ്ലിം ലീഗിന് മുന്നിൽ രാജ്യത്തെ പകുത്തു നൽകാൻ ആദ്യം തലകുനിച്ചു കൊടുത്തത് കോൺഗ്രസ് നേതൃത്വമാണ്. ഭാരതത്തിൻ്റെ കിരീടമായ കാശ്മീരിനെ പൂർണ്ണമായും നമ്മുടെ ഭാഗമാക്കാൻ ധീരരായ ഇന്ത്യൻ സൈനികർ ചോരയൊഴുക്കി പോരാടുമ്പോൾ അനാവശ്യമായി യുദ്ധവിരാമം പ്രഖ്യാപിച്ച് ഈ വിഷയം ഐക്യരാഷ്ട്ര സഭയിലെത്തിച്ചത് കോൺഗ്രസിൻ്റെ ദീർഘവീക്ഷണമില്ലായ്മയാണ്. അതിൻ്റെ ഫലമായാണ് നമ്മുടെ സ്വന്തം കാശ്മീരിൻ്റെ ഒരു ഭാഗം ഇന്നും പാകിസ്ഥാൻ്റെ അനധികൃത കൈവശമിരിക്കുന്നത്. ചൈനയുടെ കടന്നുകയറ്റത്തിന് മുന്നിൽ അക്സായ് ചിൻ പ്രദേശം അടിയറവ് വെച്ചപ്പോൾ അവിടെ ഒരു പുൽക്കൊടി പോലും മുളയ്ക്കില്ല എന്ന് പറഞ്ഞ് ആ ഭൂപ്രദേശത്തെ നിസ്സാരവൽക്കരിച്ച പ്രധാനമന്ത്രിയായിരുന്നു കോൺഗ്രസിൻ്റേത്. ചൈനീസ് കടന്നുകയറ്റ ഭീഷണി ഉണ്ടായപ്പോൾ അസമിനെ പോലും സംരക്ഷിക്കാൻ മടിച്ച നയമായിരുന്നു അവരുടേത്. ഭാരതീയരുടെ പരമപാവനമായ തീർത്ഥാടന കേന്ദ്രമായ മാനസരോവറിലേക്കുള്ള നേരിട്ടുള്ള സുരക്ഷിത പാത നമുക്ക് നഷ്ടപ്പെടുത്തിയതും ഇതേ കോൺഗ്രസ് നയങ്ങളാണ്. ഈ വഞ്ചനകളുടെ പരമ്പരയിലെ മറ്റൊരു കറുത്ത അധ്യായമാണ് 1974 ഒപ്പിട്ട കച്ചത്തീവ് കരാർ. കച്ചത്തീവ് കൈമാറിയതോടെ ആ മേഖലയിലെ ഭാരതത്തിൻ്റെ പരമ്പരാഗത മീൻപിടുത്ത അവകാശങ്ങൾ പൂർണ്ണമായും ഇല്ലാതായി. ഇന്ന് നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോയാൽ ജീവനോടെ തിരിച്ചു വരുമെന്നത് യാതൊരു ഉറപ്പുമില്ലാത്ത അവസ്ഥയാണ്. അതിർത്തി ലംഘിച്ചു എന്ന് ആരോപിച്ച് ശ്രീലങ്കൻ നാവികസേന നമ്മുടെ പാവങ്ങളെ വെടിവെച്ചു കൊല്ലുന്നു, ക്രൂരമായി മർദ്ദിക്കുന്നു. ലക്ഷക്കണക്കിന് രൂപ കടം വാങ്ങി അവർ വാങ്ങിക്കൂട്ടിയ ബോട്ടുകൾ ശ്രീലങ്കൻ സൈന്യം പിടിച്ചെടുത്ത് നശിപ്പിക്കുന്നു. നൂറുകണക്കിന് ഭാരതീയരാണ് ഇന്നും ശ്രീലങ്കൻ ജയിലുകളിൽ നരകയാതന അനുഭവിക്കുന്നത്. സ്വന്തം മണ്ണിൽ മീൻ പിടിക്കാൻ പോയ പാവങ്ങളെ അന്താരാഷ്ട്ര അതിർത്തി ലംഘിച്ച കള്ളന്മാരാക്കി മാറ്റിയതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം കോൺഗ്രസിനല്ലാതെ മറ്റാർക്കാണ്? ഇത് കേവലം അതിർത്തിയുടെയോ മീൻപിടുത്തത്തിൻ്റെയോ മാത്രം പ്രശ്നമല്ല. ഭാരതത്തിൻ്റെ സാംസ്കാരികവും മതപരവുമായ അവകാശങ്ങൾക്ക് മേൽ ഏറ്റ കനത്ത പ്രഹരം കൂടിയാണ്. കച്ചത്തീവിലെ വിശുദ്ധ അന്തോണീസിൻ്റെ തിരുനാളിന് മുൻപൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് ആയിരക്കണക്കിന് വിശ്വാസികൾ പോകുമായിരുന്നു. അന്ന് ഭാരതീയ ബോട്ടുകൾ അവിടെ അഭിമാനത്തോടെയാണ് ചെന്നിറങ്ങിയിരുന്നത്. എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്താണ്? അങ്ങോട്ട് തീർത്ഥാടനത്തിന് പോകുന്ന ഭാരതീയരുടെ ബോട്ടുകളിൽ നമ്മുടെ ദേശീയ പതാകയായ ത്രിവർണ്ണ പതാക പോലും നാട്ടാൻ ശ്രീലങ്കൻ അധികൃതർ അനുവദിക്കുന്നില്ല. സ്വന്തം രാജ്യത്തിൻ്റെ അതിർത്തിയോട് ചേർന്നുള്ള ഒരു ദ്വീപിൽ നമ്മുടെ പതാക ഉയർത്താനുള്ള അവകാശം പോലും കോൺഗ്രസ് അന്ന് പണയം വെച്ചു. ഇതിലും വലിയൊരു നാണക്കേട് ഒരു സ്വതന്ത്ര രാജ്യത്തിന് വരാനുണ്ടോ?
അന്നത്തെ കോൺഗ്രസ് നേതൃത്വം ഈ ദ്വീപ് ശ്രീലങ്കയ്ക്ക് എഴുതി കൊടുത്തപ്പോൾ ഭാരതത്തിന്റെ സമുദ്രാതിർത്തിയിൽ പിൽക്കാലത്തുണ്ടാകാൻ പോകുന്ന സുരക്ഷാ വെല്ലുവിളികളെക്കുറിച്ച് അവർ ചിന്തിച്ചതേയില്ല. ഇന്ന് നമ്മൾ കാണുന്ന കച്ചത്തീവ് മേഖലയിലെ കടൽ എന്നത് കേവലം മീൻപിടുത്ത മേഖല മാത്രമല്ല, അന്താരാഷ്ട്ര തലത്തിൽ തന്ത്രപ്രധാനമായ ഒരു കപ്പൽപാത കൂടിയാണ്. ഈ പ്രദേശം ഭാരതത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്നുവെങ്കിൽ ഇന്ന് ദക്ഷിണേന്ത്യൻ തീരങ്ങൾക്ക് നേരെ ഉയരുന്ന പല വിദേശ സുരക്ഷാ ഭീഷണികളെയും നമുക്ക് തുടക്കത്തിൽ തന്നെ പ്രതിരോധിക്കാമായിരുന്നു. എന്നാൽ ദൂരക്കാഴ്ചയില്ലാത്ത നയങ്ങൾ കാരണം ഈ പ്രദേശം അയൽരാജ്യത്തിന് ലഭിച്ചതോടെ ഭാരതത്തിന്റെ സ്വാഭാവിക പ്രതിരോധ കവചമാണ് അവിടെ ഇല്ലാതായത്. ഈ വഞ്ചനയുടെ ഏറ്റവും വലിയ അപകടം ഇന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലും പാക് കടലിടുക്കിലും ചൈന നടത്തുന്ന അനാവശ്യ ഇടപെടലുകളിലൂടെയാണ്. ശ്രീലങ്കയിലെ ഹമ്പൻതോട്ട തുറമുഖവും മറ്റ് തന്ത്രപ്രധാന മേഖലകളിലും സാമ്പത്തിക ബാധ്യതകളുടെ പേരിൽ ചൈന സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഭാരതത്തെ തെക്കൻ അതിർത്തികളിലൂടെ വളയാൻ ചൈനീസ് നാവികസേനയും ചാരക്കപ്പലുകളും ലണ്ടൻ തീരത്തെ ഒരു താവളമാക്കാൻ നിരന്തരം ശ്രമിക്കുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ഭാരതത്തിന് തൊട്ടടുത്തുള്ള കച്ചത്തീവ് എന്ന മണൽത്തിട്ട ഇന്ന് നമ്മുടെ കൈകളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അവിടെ നമുക്കൊരു ശക്തമായ നാവിക സൈനിക കേന്ദ്രം സ്ഥാപിക്കായിരുന്നു. ചൈനയുടെ ഓരോ നീക്കങ്ങളെയും കൃത്യമായി നിരീക്ഷിക്കാനും തടയാനും ഭാരതത്തിനത് കരുത്താകുമായിരുന്നു. രാജ്യത്തിന്റെ പരമാധികാരത്തെക്കാളും സുരക്ഷയെക്കാളും വ്യക്തിബന്ധങ്ങൾക്കും താൽക്കാലിക രാഷ്ട്രീയ ലാഭങ്ങൾക്കും മുൻഗണന നൽകിയ കോൺഗ്രസ് ശൈലിയുടെ ദുരന്ത ഫലമാണിന്ന് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ നേരിടുന്ന ഈ സുരക്ഷാ ഭീഷണിയെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഒരു ജനാധിപത്യ രാജ്യത്തെ ഏതൊരു അതിർത്തി കരാറിൽ ഏർപ്പെടുമ്പോഴും അവിടുത്തെ ജനപ്രതിനിധികളോടും തദ്ദേശവാസികളോടും കൂടിയാലോചിക്കുക എന്നത് പ്രാഥമികമായ മര്യാദ കൂടിയാണ്. എന്നാൽ കച്ചത്തീവ് കരാർ ഒപ്പിടുന്ന സമയത്ത് തമിഴ്നാട്ടിലെ ജനങ്ങളെയോ അവിടുത്തെ സംസ്ഥാന സർക്കാരിനെയോ പാർലമെന്റിനെയോ കോൺഗ്രസ് നേതൃത്വം വിശ്വാസത്തിലെടുത്തില്ല എന്നതാണ് ഏറ്റവും വലിയ ക്രൂരത. ഒരു ജനാധിപത്യ ഭരണകൂടം സ്വേച്ഛാധിപത്യപരമായ രീതിയിലേക്ക് മാറിയതിൻ്റെ ഉത്തമ ഉദാഹരണമായിരുന്നു അത്. തമിഴ് ജനതയുടെ വൈകാരികമായ അവകാശങ്ങളെയും ഉപജീവന മാർഗത്തെയും ഡൽഹിയിലെ എയർ കണ്ടീഷൻ മുറികളിലിരിക്കുന്ന ചിലർ അനായാസം വിറ്റഴിക്കുകയായിരുന്നു. നൂറ്റാണ്ടുകളായി തമിഴ്നാടിൻ്റെ സംസ്കാരത്തോടും ജീവിതത്തോടും ചേർന്ന് നിൽക്കുന്ന ഈ ഭൂപ്രദേശത്തെക്കുറിച്ച് യാതൊരുവിധ ധാരണയും ഇല്ലാത്തവരാണ് ഈ വലിയ ദ്രോഹത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. ജനങ്ങളുടെ ശബ്ദത്തിന് ഒരു വിലയും കൽപ്പിക്കാത്ത കോൺഗ്രസിൻ്റെ അഹങ്കാര രാഷ്ട്രീയത്തിൻ്റെ ഒടുവിലത്തെ ഇരയായിരുന്നു കച്ചത്തീവ്. ഈ വിഷയത്തിൽ കോൺഗ്രസിനൊപ്പം തന്നെ പ്രതിക്കൂട്ടി നിൽക്കുന്നവരാണ് തമിഴ്നാട്ടിലെ പ്രാദേശിക കക്ഷികളും. കച്ചത്തീവ് കൈമാറുന്ന സമയത്ത് അതിനെ ശക്തമായി പ്രതിരോധിക്കുന്നതിൽ പരാജയപ്പെട്ട അവർ പിന്നീട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമാണ് സമരങ്ങളുമായി രംഗത്തിറങ്ങിയത്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രം മത്സ്യത്തൊഴിലാളികളെ ഉപയോഗിക്കുന്ന ഈ രണ്ടു കൂട്ടരും ഒരേ നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ്. പാവപ്പെട്ട തൊഴിലാളികളുടെ ജീവിതം വെച്ച് ഇവർ കളിച്ച കളി കാരണം ഇന്ന് തമിഴ് തീരത്തിലെ ഓരോ വീടുകളിലും ഭയത്തിൻ്റെ നിഴലാണുള്ളത്. സ്വന്തം രാജ്യത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ നിന്നുകൊണ്ട് മീൻ പിടിക്കാൻ പോയിരുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളെ ഒറ്റ രാത്രി കൊണ്ട് അന്താരാഷ്ട്ര നിയമ ലംഘകരാക്കി മാറ്റിയ വഞ്ചന ജനാധിപത്യ പ്രക്രിയയോട് തന്നെയുള്ള വെല്ലുവിളിയായിരുന്നു. പ്രാദേശിക വികാരങ്ങളെയും സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളെയും പൂർണ്ണമായും ചവിട്ടിമെതിച്ചുകൊണ്ട് കേന്ദ്രം ഭരിച്ചിരുന്ന അന്നത്തെ ഭരണാധികാരികൾ ചെയ്ത തെറ്റിന് ഇന്നും തമിഴ് ജനത തെരഞ്ഞെടുപ്പുകളിലൂടെ മറുപടി നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഭൂതകാലത്തിൽ കോൺഗ്രസ് വരുത്തിവെച്ച ഇത്തരം ഹിമാലയൻ ബ്ലണ്ടറുകൾ പരിഹരിക്കുക എന്ന വലിയൊരു ദൗത്യമാണ് ഇന്ന് നരേന്ദ്രമോദി സർക്കാരിൻ്റെ മുന്നിലുള്ളത്. BJP സർക്കാരിൻ്റെ നയം വ്യക്തമാണ്. രാജ്യത്തെ ഒരിഞ്ച് ഭൂമി പോലും ആർക്കും വിട്ടുകൊടുക്കില്ല. ഒപ്പം നമ്മുടെ പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകാൻ ഭാരതം തയ്യാറുമാണ്. കച്ചത്തീവ് വിഷയം ഇന്ന് അന്താരാഷ്ട്ര തലത്തിലും ജനമധ്യത്തിലും ഇത്രയധികം ചർച്ചയാകുന്നതിന് കാരണം കോൺഗ്രസ് ഒളിപ്പിച്ചു വെച്ച ഈ കറുത്ത ചരിത്രം ജനങ്ങളിലേക്ക് എത്തിക്കാൻ BJP കാണിച്ച ആർജവമാണ്. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ കണ്ണീരിന് മറുപടി നൽകാൻ കോൺഗ്രസ് ബാധ്യസ്ഥരാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇന്ന് ദേശീയ നേതൃത്വത്തിന് കഴിഞ്ഞിരിക്കുന്നു. കേവലം രാഷ്ട്രീയ ആരോപണങ്ങൾക്കപ്പുറം ഈ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു നയതന്ത്ര പരിഹാരം കാണാനുള്ള ശ്രമങ്ങളിലാണ് നിലവിൽ BJP സർക്കാർ. ശ്രീലങ്കൻ സർക്കാരുമായി നടക്കുന്ന ഉഭയകക്ഷി ചർച്ചകളിൽ ഭാരതീയ മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയ്ക്ക് തന്നെയാണ് ഒന്നാം പരിഗണന നൽകുന്നത്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇന്ന് ശ്രീലങ്കൻ ജയിലുകളിൽ അകപ്പെട്ടിരിക്കുന്ന ഭാരതീയരെ എത്രയും വേഗം മോചിപ്പിക്കാനും അവരുടെ ബോട്ടുകൾ തിരികെ എത്തിക്കാനും വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ശക്തമായ ഇടപെടലുകളിലൂടെ സാധിക്കുന്നുമുണ്ട്. ഇത് പുതിയ ഭാരതത്തിൻ്റെ നയതന്ത്ര കരുത്തിൻ്റെ തെളിവ് കൂടിയാണ്. കോൺഗ്രസ് വരുത്തിവെച്ച ചരിത്രപരമായ ഈ മുറിവ് പൂർണ്ണമായും ഉണക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ലെങ്കിലും തമിഴ് മക്കളുടെ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ BJP സർക്കാർ പ്രതിജ്ഞാബദ്ധമായി മുന്നോട്ട് പോവുകയാണ്. രാജ്യസുരക്ഷയുടെ കാര്യത്തിലും ജനങ്ങളുടെ ഉപജീവനത്തിൻ്റെ കാര്യത്തിലും യാതൊരുവിധ വിട്ടുവീഴ്ചയുമില്ലാത്തൊരു ശക്തമായ നേതൃത്വം രാജ്യം ഭരിക്കുമ്പോൾ കച്ചത്തീവ് വഞ്ചനയുടെ ചരിത്രം ജനങ്ങൾക്കിടയിൽ കൂടുതൽ ചർച്ചയാവുക തന്നെ ചെയ്യും. ഈ വാർത്തയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.